നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ റയൽ മാഡ്രിഡ് വലൻസിയക്കെതിരെ 2-1 വിജയിച്ചേറിയ മത്സരത്തിൽ റയലിൻ്റെ സൂപ്പർ താരം വിനി ജൂനിയർക്ക് റെഡ് കാർഡ് കിട്ടി. കാരണം ഇപ്പോൾ എല്ലാവരും കണ്ടതാണ്, നമ്മൾ നേരത്തെ വീഡിയോയിൽ വിശദീകരിച്ചതുമാണ്. ഗോൾ കീപ്പറെ അദ്ദേഹം പുഷ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പുഷ് ചെയ്തിട്ടുണ്ട്, ഗോൾ കീപ്പർ നിലത്ത് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതിന് മുമ്പ് ഗോൾ കീപ്പർ ചെയ്തത് എന്താണ്? വിനിയെ പോയി ഇങ്ങനെ ടോണ്ട് ചെയ്യുന്ന കാഴ്ച അതവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ വിഷയത്തിൽ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നത് റെഡ് കാർഡല്ല, വിനിക്ക് അങ്ങനെ റെഡ് കാർഡ് കൊടുത്തത് തെറ്റായിട്ടുള്ള തീരുമാനമാണ്, മറിച്ച് രണ്ടു പേർക്കും യെല്ലോ കാർഡ് കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത്. കാരണം ഇത് പ്രൊവോക്ക് ചെയ്യുകയും താരത്ത് പോയി തൊടുകയൊക്കെ ചെയ്യുന്നത് എതിർ ടീം ഗോൾ കീപ്പറാണ് ആദ്യം ചെയ്തത്. അതുകൊണ്ട് രണ്ടുപേർക്കും യെല്ലോ കാർഡ് കൊടുക്കാനുള്ള സംഭവമാണ് അവിടെ ഉണ്ടായത്. റയൽ മാഡ്രിഡ് എന്തായാലും ഈ റെഡ് കാർഡിനെതിരെ അപ്പീൽ കൊടുക്കും എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി മത്സരശേഷം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. ഇറ്റ് വാസ് നോട്ട് എ റെഡ് കാർഡ്. വിനി ജൂനിയർക്ക് കൊടുത്തത് റെഡ് കാർഡല്ല, ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പീൽ കൊടുക്കും. ഗോൾ കീപ്പറാണ് വിനി ആദ്യം പുഷ് ചെയ്തത്. വിനി അതിനോട് റെസ്പോണ്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. സോ രണ്ടുപേർക്കും യെല്ലോ കാർഡ്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ യെല്ലോ ഫോർ ബോത്ത് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും റഫറിയുടെ റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടായിരുന്നെന്ന് കൂടി നോക്കാം. റഫറിയുടെ റിപ്പോർട്ടുള്ളത് ഇങ്ങനെയാണ്: വിനീഷ്യസ് ജൂനിയറെ സെൻഡ് ഓഫ് ചെയ്തത് ഡെലിബറേറ്റ്ലി ഓപ്പണന്റിന്റെ തലയിൽ അടിച്ചതിനാണ്. അത് ബോളില്ലാത്ത സമയത്ത്, കയ്യിൽ ബോളില്ലാത്ത, ബോൾ പ്ലേയിലല്ലാത്തൊരു സമയത്താണ് അത് ചെയ്യുന്നത്. യൂസിങ് നോൺ നെഗ്ലിജിബിൾ ഫോഴ്സ്. അങ്ങനെ നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് ഉള്ള ഫോഴ്സ് അല്ല, കുറച്ച് ശക്തമായിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു താരത്തെ സെൻഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയറെ, ആ ഒരു ടീമിൻ്റെ ക്ലബ് മെമ്പേഴ്സ് അവിടെ നിന്ന്, ആ കളിക്കളത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ലോക്കർ റൂമിലേക്ക് പോവുക എന്നുള്ളത്. പക്ഷേ പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു തീരുമാനമൊക്കെ എടുത്തത് എന്നാണ് ഇപ്പോൾ റഫറിയുടെ ഒരു റിപ്പോർട്ടിലുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് റയൽ മാഡ്രിഡ് അപ്പീലിന് പോകുമെന്ന് ഓൾറെഡി കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.